ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബാങ്ക് എക്സാംസിന് പ്രിലിംസ് ആൻഡ് മെയിൻസിന് എങ്ങനെയാണ് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുക ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇന്ന് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ ഇവിടെ എന്താണ് ബെസ്റ്റ് ടൈം ടേബിൾ ആൻഡ് നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് ആണ്. ഞാൻ പെർ വീക്ക് എത്ര നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് ചെയ്യണം അത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ജിയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം അല്ലെ. ഞാൻ ഡെയിലി ജിക്ക് ഒരു 1 hour കൊടുക്കുകയാണ്. സോ ഡെയിലി എന്ത് ചെയ്യുക, ഡെയിലി കറണ്ട് അഫയേഴ്സ് 30 minutes കവർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു 20 minutes കൊണ്ട് വായിച്ച് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബാക്കി 10 minutes ക്വിസസ് ആയി ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക. ഏത് സോഴ്സ് ആണോ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുന്നത് അത് വെച്ചിട്ട് പഠിക്കുക. ദെൻ പ്രീവിയസ് 30 minutes കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും അല്ലെ. അതായത് എന്താ പറയാ, വീക്കിലി ആണ് പഠിക്കുന്നത് അല്ലെ മന്ത്ലി ആണ് പഠിക്കുന്നത് എന്നൊക്കെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. സോ അതിനനുസരിച്ചിട്ട് പ്രീവിയസ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതിനാണ് ഞാൻ 30 minutes കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ ക്വാണ്ടിന് 3 hours ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ടേബിള്, സ്ക്വയർ, ക്യൂബ്, ദെൻ ഫ്രാക്ഷൻസ് ടു പെർസെന്റേജ് റേഷ്യോ, വൈസ് വേഴ്സ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 30 minutes കൊണ്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, സോ ഓൾറെഡി ഇതൊക്കെ റിവിഷൻ ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയ ആൾക്കാരാണെങ്കിൽ ഓക്കെ, ഈ ഒരു 30 minutes സേവ് ചെയ്യാൻ പറ്റും. അത് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, സോ റിപ്പീറ്റേഴ്സിനൊക്കെ ഈ പെർസെന്റേജ് ടു ഫ്രാക്ഷൻ ആ ഒരു കൺവേർഷൻ ഒക്കെ ഓൾറെഡി അറിയായിരിക്കും അല്ലെ. സോ ആ ടൈം നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദെൻ സ്പീഡ് മാത്സ് അപ്രോക്സിമേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, ദെൻ ക്വാഡ്രാറ്റിക്, ദെൻ എന്താ പറയാ നമ്പർ സീരീസ്. ഈ 4 കാര്യങ്ങൾ സ്പീഡ് മാത്സ് ആയിട്ട് ചെയ്യേണ്ടതാണ്. വിത്ത് ടൈമർ മാത്രമേ ചെയ്യാവൂ, വിത്തൗട്ട് ടൈമർ ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു PDF ആയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര ടൈം, അതായത് പെർ ക്വസ്റ്റ്യൻ ഒരു 30 minutes വെച്ച് ചെയ്യുക. സോ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ടൈം, അതായത് 30 minutes ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കുറച്ചു ടൈം എടുത്ത് ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യണം, പെർ ക്വസ്റ്റ്യൻ 20 to 30, സോറി മിനിറ്റ്സ് അല്ല സെക്കൻഡ്, പെർ ക്വസ്റ്റ്യൻ 20 to 30 സെക്കൻഡിൽ ചെയ്യാൻ ട്രൈ ചെയ്യുക സ്പീഡ് മാത്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ അരിത്തമാറ്റിക്കിന് 1 hour കൊടുത്തിട്ടുണ്ട്. 30 minutes പ്രിലിംസും 30 minutes മെയിൻസും ആയിട്ടാണ് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഓക്കെ, ഒരു കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഒരു ബേസ് കംപ്ലീറ്റ് ആയ ആൾക്കാരാണെങ്കിൽ, അതായത് ബാങ്ക് എക്സാമിന് ഒരു പെർട്ടിക്കുലർ സിലബസ് ഉണ്ട്, ആ സിലബസിലെ ഓരോ ടോപ്പിക്കും വെച്ചിട്ട് ബേസ് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു ടു ഡു ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് എന്നല്ല, ഏതായാലും. സോ നിങ്ങൾ ബേസ് പകുതി കിട്ടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വന്നേക്കരുത്. എന്ന് വെച്ചിട്ട് ബേസ് എന്താ പറയാ അത്രയും എക്സ്പെർട്ട് ആയിട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും എല്ലാ ടോപ്പിക്സിനെ പറ്റിയ ഒരു ധാരണ, ഒരു ഒരു എന്താ പറയാ സർഫസ് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അരിത്തമാറ്റിക് പറഞ്ഞു. 30 minutes പ്രിലിംസും 30 minutes മെയിൻസും ചെയ്തു. ദെൻ ഡിഐക്കും 30 minutes പ്രിലിംസ് 30 minutes മെയിൻസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, DIs ഒന്നും ഒരിക്കലും നമുക്ക് ലാസ്റ്റ് ഒരു 2 week കൊണ്ടൊന്നും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. സോ എന്ത് ചെയ്യാ, ഇത് ബെസ്റ്റ് ടൈമാണ്. കാരണം നമുക്ക് ഓഗസ്റ്റിലെ എക്സാം വരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇത് ജൂൺ ആയിട്ടേ ഉള്ളൂ. സോ എന്ത് ചെയ്യാം, ഈ ജൂൺ മന്തിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം മെയിൻസ് ഒന്ന് സെറ്റ് ആക്കി വെക്കാം. ഈവൻ ജൂലൈ ഒരു ഹാഫ് വരെയൊക്കെ നിങ്ങൾക്ക് മെയിൻസിന്റെ കാര്യങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റും. സോ എന്ത് ചെയ്യാം, ഈ ടൈം നന്നായി യൂട്ടിലൈസ് ചെയ്യാം. ദെൻ ഇംഗ്ലീഷ് ഞാൻ 2 hour ആണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് 30 minutes എഡിറ്റോറിയൽ റീഡിംഗ് ആൻഡ് വൊക്കാബുലറി ആണ് ഉദ്ദേശിക്കുന്നത്. സോ എന്ത് ചെയ്യാ, എഡിറ്റോറിയൽ അല്ല നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈം എന്തോ ആയിക്കോട്ടെ നിങ്ങൾ റീഡ് ചെയ്യുക. ഓക്കെ, 30 minutes എന്തായാലും മിനിമം റീഡ് ചെയ്ത് പോകണം. ദെൻ റൂൾസ് റിവിഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് 120 rules of grammar ഉണ്ട്. ഇത് കൂടാതെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഓരോ എക്സാംസ് കഴിഞ്ഞിട്ട് അവിടെ വന്നേക്കുന്ന റൂൾസും അവിടെ എങ്ങനെയാണ് ഓരോ ഓരോ യൂസേജ് ഒക്കെ എങ്ങനെയാ വന്നേക്കുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും അല്ലെ. ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു, നിങ്ങളും ചെയ്യണം. സോ ഓരോ എക്സാംസ് കഴിയുമ്പോഴും അല്ലെ ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴും അവിടെ നമുക്ക് അറിയാതെ വന്നേക്കുന്ന ചില റൂൾസ്, ചില പിന്നെ എന്താ പറയാ യൂസേജസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതെന്ത് ചെയ്യുക, ഡെയിലി റിവിഷൻ ചെയ്യുവാണെങ്കിൽ സെയിം സംഭവം നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ നമുക്കത് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു റിവിഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ 120 റൂൾസ് എന്തായാലും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമല്ലോ, അതും നിങ്ങൾ ആ സമയത്ത് റിവിഷൻ ചെയ്യുക. ദെൻ 30 minutes പ്രിലിംസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, 30 minutes മെയിൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഡെയിലി ക്ലോസ് ടെസ്റ്റ് ആണ്, ഇന്ന് ക്ലോസ് ടെസ്റ്റും RC ആണ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രിലിംസിന്റെ ക്ലോസ് ടെസ്റ്റ്, ഒരു പ്രിലിംസിന്റെ RC, ദെൻ ഒരു മെയിൻസിന്റെ ക്ലോസ് ടെസ്റ്റ്, ഒരു മെയിൻസിന്റെ RC, ആ രീതി പോവുക. ഈ RCനെ കുറച്ചുകൂടി ഡെയിലി കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഷഫിൾ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ,
ദെൻ റീസണിങ് 3 hours ആ കൊടുത്തിരിക്കുന്നത്. റീസണിങ്ങിന്റെ ബേസ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. സോ പസിൽസിന് വേണ്ടി 1.5 hours ആണ്. അപ്പൊ ഒരു 45 minutes എന്ത് ചെയ്യാം, പ്രിലിംസ് പസിലും 45 minutes മെയിൻസ് പസിലും. അഗൈൻ റിപ്പീറ്റേഴ്സിന്റെ കേസിൽ നിങ്ങൾക്ക് ഈ ടൈം എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്കിപ്പം എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് പസിൽസ്, പ്രിലിംസ് ലെവൽ പസിൽസ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസ് പസിലിന് അത്യാവശ്യം ടൈം അധികം കൊടുക്കുക. ഓക്കെ, ഈ ഒരു ടൈമാണ് ബെസ്റ്റ് നിങ്ങൾക്ക് മെയിൻസിന് ഒരു ഒരു എന്താ പറയാ ഒരു സ്കോർ ബൂസ്റ്റർ ടൈമാണിത്. ഓക്കെ, ദെൻ മിസലേനിയസ് ടോപ്പിക് നമുക്കറിയാലോ എന്തൊക്കെയാണ്. മെയിൻസിന്റെ കേസ് ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വരും, ക്രിട്ടിക്കൽ റീസണിങ് വരും, ഡാറ്റ സഫിഷ്യൻസി വരും. ഇതൊക്കെയാണ് മിസലേനിയസ് ടോപ്പിക്സ് വരുന്നത്. ദെൻ പ്രിലിംസിന്റെ കേസ് ആണെങ്കിൽ ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, പിന്നെ ആൽഫ ന്യൂമറിക് സീരീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രിലിംസിന്റെ കേസിൽ വരുന്നത്. സോ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാം, അതിന്റെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് പറയുന്നത് റിപ്പീറ്റേഴ്സിനും ബിഗിനേഴ്സിനും ഡിഫറെന്റ് ആയിരിക്കും. അത് നിങ്ങൾ മാനേജ് ചെയ്യുക. ഓക്കെ, ദെൻ ഞാൻ പറയുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് ഈ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യുക, പ്രിലിംസ് പെർ വീക്ക് 3 മോക്ക് ടെസ്റ്റും മെയിൻസ് 2 നമ്പേഴ്സും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈവൻ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പൊ 90+% സ്കോർ ഒക്കെ പ്രിലിംസിന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് ത്രീ പെർ വീക്ക് ചെയ്യേണ്ട, 2 പെർ വീക്ക് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു 1 hour നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സിനോ അല്ലെങ്കിൽ ക്യൂസസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മെയിൻസ് മോക്ക് ടെസ്റ്റ് പറയുമ്പോൾ ഇപ്പൊ IBPS POന്റെ കേസിൽ IBPS PO ആണ് ഫസ്റ്റ് എക്സാം അല്ലെ. സോ IBPS POയുടെ ഒക്കെ മെയിൻസ് എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ടൈം, നമുക്കൊരു 2 മണിക്കൂറിന് മേലെയൊക്കെ നമ്മൾ എക്സാമിന് ഇരിക്കണം. സോ എപ്പോഴും അതാണ് ബെറ്റർ. ഇപ്പൊ ഞാനൊക്കെ ഒരു മെയിൻസിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് ആ ഒരു മെന്റാലിറ്റി ഇരിക്കാറുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ പോലും ആ 2 hour അല്ലെങ്കിൽ 3 hour ഞാൻ ഇരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രം, ആ ഒരു മൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മെയിൻസ് മോക്ക് അറ്റൻഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ പെർ വീക്ക് 2 മെയിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം അങ്ങനെ ചെയ്തിട്ട് ബാക്കി എന്ത് ചെയ്യുക, ബാക്കി സെക്ഷൻസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ മൺഡേ നിങ്ങൾ എന്ത് ചെയ്യുക, റീസണിങ് മെയിൻസിന്റെ ഒരു മോക്ക് ചെയ്യുക സെക്ഷൻ, പിന്നെ ട്യൂസ്ഡേ പ്രിലിംസ് ചെയ്യുക. ഓക്കെ, ദെൻ വെനസ്ഡേ വീണ്ടും ക്വാണ്ട് മെയിൻസിന്റെ ഒരു സെക്ഷൻ ചെയ്യുക. ദെൻ തേഴ്സ്ഡേ വീണ്ടും പ്രിലിംസ് ചെയ്യുക. ഫ്രൈഡേ നിങ്ങൾ പിന്നെ ഇംഗ്ലീഷ് മെയിൻസിന്റെ സെക്ഷൻ ചെയ്യുക. ദെൻ സാറ്റർഡേ നെക്സ്റ്റ് പ്രിലിംസ്. ഓക്കെ, അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ എന്ത് ചെയ്യുക, സൺഡേ നെക്സ്റ്റ് വരുന്ന സൺഡേ എന്ത് ചെയ്യുക, ഒരു കംപ്ലീറ്റ് മോക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ എല്ലാം കവർ ചെയ്തിരിക്കണം. ഇതിൽ നമുക്ക് പ്രയോറിറ്റി, ഓക്കെ എനിക്ക് ക്വാണ്ട് ഓക്കെയാണ്, അപ്പൊ ആ ടൈം ഞാൻ എക്സ്ട്രാ ഇംഗ്ലീഷ് ഇടണം. അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ ഓക്കെയാണ്, ക്വാണ്ടിലും ഓക്കെയാണ്, അപ്പൊ എനിക്ക് റീസണിങ്ങും GA ആണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നിങ്ങളുടെ വീക്ക് പോയിന്റും സ്ട്രോങ് പോയിന്റും അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് സ്ട്രോങ് പോയിന്റിൽ നന്നായിട്ട് സ്ട്രോങ് ആവാൻ, അതായത് ഇപ്പൊ ഉള്ളതും അതിൽ നിന്ന് എക്സ്ട്രാ കിട്ടാനുള്ള ഒരു കാര്യം ഉണ്ടോ എന്ന് നോക്കുക. വീക്ക് പോയിന്റിൽ ഒരു ആവറേജ് സ്കോറെങ്കിലും ഏൺ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും എന്തുണ്ടാവും, ഒരു 4 ടോപ്പിക്സിൽ ഒരു 3 ടോപ്പിക് ഈസി, ഒരു ടോപ്പിക് ടഫ് ആയിരിക്കും. പോട്ടെ ആവറേജ് ആൾക്കാർക്ക് 2 ടോപ്പിക് ഈസി, 2 ടോപ്പിക് ടഫ് ആയിരിക്കും. സോ എന്ത് ചെയ്യാന്ന് വെച്ചാല് വീക്കിൽ സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇതാണ് ടൈം. ഓക്കെ, അടുത്ത് വരുമ്പോ, എക്സാം ഡേറ്റ് അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് വീക്ക് സെഷനിൽ അധികം ഇരിക്കാൻ പറ്റില്ല. സോ ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീക്കിൽ അത്യാവശ്യം നന്നായിട്ട് എഫേർട്ട് ഇടാൻ ട്രൈ ചെയ്യുക. അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഡെയിലി നിങ്ങൾ ഈ ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾക്കായിട്ടൊരു നിങ്ങൾ പറയുമ്പോൾ അല്ലെ ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കി തരുമെന്ന് എന്നോട് 1-2 സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതില് എന്താ പറയാ, നമുക്ക് നമ്മളെയാണ് ഏറ്റവും നന്നായിട്ട് ബെറ്റർ ആയിട്ട് അറിയുന്നത്. സോ നമുക്ക് ഏതൊക്കെ ടൈമാണ് നന്നായി പഠിക്കാൻ പറ്റുക, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. ചില ആൾക്കാർക്ക് രാവിലെ ആയിരിക്കും നല്ല മൂഡ് ടൈം. അപ്പൊ ആ ടൈം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അല്ലെ ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വീക്ക് സെക്ഷൻ പഠിക്കുക. കുറച്ചുകൂടി ഡൾ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ പഠിക്കുക. ഓക്കെ, എനിക്ക് ക്വാണ്ടാണ് ഏറ്റവും ഇഷ്ടം. സോ ഞാൻ എൻ്റെ ഒരു മൂഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാനൊന്ന് ഓഫ് ആയ സമയങ്ങളിൽ ഞാൻ പഠിക്കുന്നത് ക്വാണ്ടാണ്. അല്ലാതെ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും അത്യാവശ്യം പഠിക്കാറുള്ളത്. സോ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഇപ്പം നമ്മൾ പറയും നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് മെയിൻസ് എഴുതുകയാണ്, എല്ലാ മെയിൻസും നമുക്ക് ജസ്റ്റ് മിസ്സാണെന്നൊക്കെ. അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ 80 കട്ട് ഓഫ് ആണെങ്കിൽ 70 വരെ സ്കോർ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു സീരിയസ് സ്റ്റുഡൻസിനൊക്കെ പറ്റും. ഓക്കെ, നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ 70ന്ന് 80ലേക്കുള്ള ആ ഒരു ജമ്പ് കുറച്ചൊരു പണിയാണ്. സോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
ആ ഒരു ജമ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, മെയിൻ ആയിട്ട് വീക്ക് ഏരിയ ഫോക്കസ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാലം നമ്മൾ എന്താ പറയാ കലണ്ടറിന് വേണ്ടിയിട്ടും എക്സാം ഡേറ്റിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം. സോ എല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പം വിത്തിൻ 2 ഡേ ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കാം. അതിനനുസരിച്ച് വേക്കൻസി നമുക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. കാരണം സിലബസ് സെയിം ആണ് അല്ലെ. IBPS കഴിഞ്ഞാൽ ഉടനെ RRB ഉണ്ട്, ദെൻ SBI ഉണ്ട്. സോ സിലബസ് സെയിം ആണ്. ഇതിനിടയിൽ കൂടെ ഇൻഷുറൻസ് ഒക്കെ വിളിക്കും. അപ്പൊ ഒരിക്കലും എന്താ പറയാ വേക്കൻസി കുറവാണെന്ന് വെച്ച് ട്രൈ ചെയ്യാതിരിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം. മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം എന്താ പറയാന്ന് വെച്ചാല്, ഇപ്പൊ പ്രിലിംസ് ആണല്ലോ ഫസ്റ്റ്, പ്രിലിംസ് കയറിയാലല്ലേ മെയിൻസ് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും. എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോവുക. കാരണം നമ്മൾ ഇത്ര പ്രിലിംസ് കയറി അല്ലെ നമ്മൾ ഇത്ര മെയിൻസ് കയറി എന്നുള്ളതിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്താ വെച്ചാൽ ടു ക്രാക്ക് ദ എക്സാം ആൻഡ് ടു ഗെറ്റ് എ ജോബ്. ആ ഒരൊറ്റ മോട്ടോയിൽ മുന്നോട്ട് പോവുക. ഇതിന് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.